നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെൺകുട്ടികളോട് മോശമായി പെരുമാറുക എന്നത് ഇന്നത്തെ സമൂഹത്തിൽ പുതുമയുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാം. ഇതിനെതിരെ എല്ലാവരും ശക്തമായി തന്നെ പ്രതികരിക്കാറുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം. വഴിയിലെന്നില്ല, യാത്രാവേളയിലെന്നില്ല, സ്വന്തം വീട്ടിലെന്നില്ല, എല്ലായിടത്തും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരിടത്തും ഇന്ന് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി പുറത്തു വരികയാണ്. ട്രെയിനിലും മറ്റുമാണ് ദുരുദ്ദേശത്തോടെ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഫ്ലൈറ്റിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ലണ്ടനിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള യാത്രക്കിടെയാണ്. യാത്രക്കാരായ 2 പെൺകുട്ടികൾക്ക് നേരെയാണ് യുവാവിന്റെ ഉപദ്രവം. വിമാനത്തിൽ വെച്ച് മദ്യലഹരിയിൽ ഇയാൾ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു. അമിതമായി മദ്യപിച്ച പ്രതി വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന 16 വയസ്സിൽ താഴെ പ്രായമുള്ള 2 പെൺകുട്ടികളോട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതായാണ് അധികൃതർ നൽകുന്ന വിവരം. പെൺകുട്ടികളുടെ സമീപത്ത് വെച്ച് ഇയാൾ നഗ്നതാ പ്രദർശനവും നടത്തി. ഇവരുടെ ശരീരത്തിൽ യുവാവ് സ്പർശിച്ചതോടെ കുട്ടികൾ അലറി വിളിച്ച് ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വിമാനയാത്രക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് ബഹ്റൈനിൽ എത്തിയ ശേഷം പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയത്. വിമാനം അന്തരീക്ഷ ചുഴികളിൽ വീണപ്പോൾ അബദ്ധത്തിൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ താൻ സ്പർശിച്ചതാണെന്നാണ് ഇയാൾ കോടതിയിൽ വാദിച്ചത്. എന്നാൽ യുവാവിന്റെ വാദങ്ങളെല്ലാം കോടതി അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു. വിമാനത്തിൽ വെച്ച് മദ്യലഹരിയിൽ പെൺകുട്ടികളെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ 25-കാരന് ബഹ്റൈൻ കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പൊതുമര്യാദകൾക്ക് നിരക്കാത്ത പ്രവൃത്തികൾക്കും പീഡനത്തിനും ഉൾപ്പെടെയാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നും ലൈംഗിക താൽപര്യങ്ങളോടെ പെൺകുട്ടികളെ ഉപദ്രവിച്ചെന്നും കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കടുത്ത നടപടി. ഇത്തരം കടുത്ത നടപടികളിലൂടെ മാത്രമേ പെൺകുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾക്ക് തടയിടാൻ സാധിക്കൂ. വിമാനയാത്രയിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ എവിടെയാണ് അവർക്ക് സുരക്ഷിതത്വം അവകാശപ്പെടാനാവുക? കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.